അറിയണം, എല്ലാരും അറിയണം. രണ്ടാമതും പെൺകുട്ടിയെ പ്രസവിച്ചതോടെ അതിന്റെ പേരിൽ ഭർത്താവ് മുസ്തഫയുടെ പീഡനം തുടങ്ങിയെന്നാണ് റിംഷാനിയുടെ അമ്മ സുഹറ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കുട്ടീനെ പ്രസവം കഴിഞ്ഞേക്ക് ഓപ്പറേഷൻ വാർഡിൽ തന്നെ 15 വാരത്തിന് പണ്ടുണ്ടായിരുന്നു. അത് മേടിച്ച് തള്ള പോക്കറ്റിലിട്ട് കുട്ടി ഇത് പെൺകുട്ടിയാന്ന് തന്നെ കോരട്ടൂരിന് പോയി. ഇന്നെ തല്ലുന്നുണ്ട്, ഇവിടെ മാണ്ടിയിട്ട് ഒരു ദിവസം എന്തുകൊണ്ടോ വരഞ്ഞിട്ട് ഈ കുട്ടി വരഞ്ഞിട്ട് മുറി കഴിക്കണിൻ്റെ വെച്ചിട്ട് ഇവിടെ. പിന്നെ മരിച്ചിട്ട് ഈ കുട്ടികൾ ഒറ്റ കുട്ടി പിടിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ കൊന്നിക്കല്ലേ കുട്ടി. സമാനമായിട്ടുള്ള ഒത്തിരി വിഷയങ്ങള് ഈ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ നമ്മൾ കേട്ടുല്ലേ. എന്നാൽ ഈ വിഷയങ്ങളെ കുറിച്ച് ഏതെങ്കിലും മതപണ്ഡിതന്മാരോ പ്രഭാഷകരോ ഏതെങ്കിലും ഒരു വേദിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ? ഭർത്താവ് മരണപ്പെട്ടൊരു പ്രായമായ സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഹിമാലയത്തിലേക്കോ മണാലിയിലേക്കോ ഒരു യാത്ര പോയതിന് ആയത്തുകളെ നിരത്തിവെച്ച് ഇത് ഇസ്ലാം പറഞ്ഞതല്ലെന്ന് ചൂണ്ടിക്കാണിക്കാനും വിളിച്ചു പറയാനും കാണിക്കുന്ന ആവേശം ഇത്തിരിയൊക്കെ ഇതിലും കാണിക്കാം. ഭാര്യയെ പരിഗണിക്കുന്ന രീതിയും ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് കിട്ടേണ്ട നീതിയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. സ്ത്രീധനത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഷഹാന ഉൾപ്പെടെ പീഡനത്തിനിരയായതിന്റെ കാരണങ്ങൾ ഇസ്ലാം അനുകൂലിക്കുന്നവയല്ലല്ലോ. എപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം. മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി യാത്ര പോകുന്നതും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച മറ്റ് ആഹ്ലാദ പ്രകടനങ്ങളും മാത്രമല്ല, ഇത്തരം കാര്യങ്ങളും മതവിശ്വാസികൾക്ക് ലജ്ജ തോന്നേണ്ട ഒന്നായി സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്.